ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് എന്തിനെയാണെന്നറിയാമോ? മരണത്തെയോ പരാജയത്തെയോ അല്ല, സ്വന്തം ചിന്തകളോടൊപ്പം ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കേണ്ടി വരുന്നതിനെയാണ്. ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നും. പക്ഷേ സത്യമതല്ല. നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് വെളിപ്പെടുന്നത്. തനിച്ചിരിക്കുക എന്നത് വെറുമൊരു അവസ്ഥയല്ല, അതൊരു തപസ്യയാണ്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ 5 ചുവടുകൾ ഇവയാണ്. ഒന്നാമത്തെ ചുവട്, ഡിജിറ്റൽ ഉപവാസം. ഇന്ന് നമ്മൾ തനിച്ചാകുമ്പോഴെല്ലാം നമ്മുടെ കൈകൾ അറിയാതെ പോകുന്നത് മൊബൈൽ ഫോണിലേക്കാണ്. ശൂന്യതയെ ഭയക്കുന്നതുകൊണ്ടാണ് നമ്മൾ റീൽസുകളിലും മെസ്സേജുകളിലും അഭയം തേടുന്നത്. ദിവസവും കൃത്യം 20 മിനിറ്റ് ഫോൺ പൂർണ്ണമായും ഓഫ് ചെയ്യുകയോ മറ്റൊരു മുറിയിൽ വയ്ക്കുകയോ ചെയ്യുക. തുടക്കത്തിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും, എന്തോ നഷ്ടപ്പെട്ടതുപോലെ. എന്നാൽ ആ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ആ സംഭാഷണമാണ് നിങ്ങളുടെ സ്വയം കണ്ടെത്തലിൻ്റെ ആദ്യപടി. രണ്ടാമത്തെ ചുവട്, നിരീക്ഷകനാകുക. ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പഠിക്കുക. ഒരു സുഹൃത്തിനെയോ പങ്കാളിയെയോ കാത്തുനിൽക്കാതെ ഒരു കഫേയിലോ പാർക്കിലോ ഒറ്റയ്ക്ക് പോവുക. അവിടെ ഇരിക്കുമ്പോൾ ഫോൺ നോക്കാതെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുക. കാറ്റ് മരങ്ങളെ തലോടുന്നത്, ആളുകളുടെ ഭാവങ്ങൾ, പ്രകൃതിയുടെ നിറങ്ങൾ. നിങ്ങൾ ലോകത്തെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ തുടങ്ങും. മറ്റുള്ളവരുടെ സാന്നിധ്യമില്ലാതെയും നിങ്ങൾക്ക് ഈ ലോകത്തെ ആസ്വദിക്കാമെന്ന് മനസ്സ് തിരിച്ചറിയും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ ചുവട്, ചിന്തകളെ എഴുതി വയ്ക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വരും. ചിലപ്പോൾ പഴയ സങ്കടങ്ങൾ, ചിലപ്പോൾ ഭാവിയിലെ പേടി. ഇതിനെ നേരിടാൻ ഏറ്റവും നല്ല വഴി അവയെ കടലാസിലേക്ക് പകർത്തുക എന്നതാണ്. ഒരു ഡയറി എടുക്കുക. നിങ്ങളുടെ ഉള്ളിലെ പേടിയും ദേഷ്യവും സ്വപ്നങ്ങളും ആരും കാണില്ലെന്ന ഉറപ്പോടെ എഴുതുക. നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുകയും ഓരോ പ്രശ്നത്തിനും വ്യക്തമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നയാൾ നിങ്ങൾ തന്നെയാണെന്നപ്പോൾ ബോധ്യപ്പെടും. നാലാമത്തെ ചുവട്, സ്വയം സ്നേഹിക്കാനുള്ള സമയം. മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യം കണ്ടെത്തുക. അത് പുസ്തകം വായനയോ ചിത്രരചനയോ പാചകമോ എന്തുമാകാം. ആ പ്രവൃത്തിയിൽ മുഴുകുമ്പോൾ നിങ്ങൾ ലോകത്തെ മറക്കും. ഇതിനെയാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെ വിമർശിക്കാൻ ആരുമില്ല. തെറ്റുകൾ വരുത്താനും അതിൽ നിന്ന് പഠിക്കാനും നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമാണ് നിങ്ങളെ ഒരു വ്യക്തിത്വമായി മാറ്റുന്നത്. അഞ്ചാമത്തെ ചുവട്, ഏകാന്ത യാത്രകൾ. ഇത് ശീലിക്കാനുള്ള ഏറ്റവും വലിയ ചുവടാണ്. അടുത്തുള്ള ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അറിയാത്ത ഒരിടത്തേക്കോ ഒറ്റയ്ക്കൊരു യാത്ര പോവുക. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കണം. വഴി തെറ്റിയാൽ കണ്ടെത്തണം. അപരിചിതരോട് സംസാരിക്കണം. ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കില്ല. എനിക്കൊറ്റയ്ക്ക് ഈ ലോകത്തെ നേരിടാൻ കഴിയുമെന്ന ആ ഉറച്ച ബോധം നിങ്ങളുടെ നട്ടെല്ലായി മാറും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ആൾക്കൂട്ടത്തിൽ ഒരാളായി ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആൾക്കൂട്ടത്തിന് നടുവിലും സ്വന്തം തനിമയോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വലിയ ധൈര്യം വേണം. ആ ധൈര്യമാണ് നിങ്ങളെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കാൻ കാത്തിരിക്കുന്നത് ഈ നിശബ്ദതയിലാണ്. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ചുവടും ഞങ്ങൾക്ക് പ്രചോദനമാണ്. ജീവിതത്തിലെ ഇത്തരം ആഴത്തിലുള്ള അറിവുകൾക്കായി പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രകാശപൂർണമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.